സയന്റിസ്റ്റ് ഒന്നല്ല, ഇതൊരു കോഴ്സിന്റെ ഒരു ഫോമായിട്ട് നിൽക്കണയാണ്. ഇത് ശരിക്കും ഒരു കോഴ്സാണ്. അത് PLC ഓട്ടോമേഷൻ്റെ ആയിട്ടൊരു കോഴ്സാണ്. അത് ഞാൻ ജോലി ചെയ്യണത് മെർലിൻ എന്റർടൈൻമെന്റ്സ് എന്ന് പറഞ്ഞിട്ട്. അവരുടെ എല്ലാം സബ് എടുത്ത് ചെയ്യണത് അവരാണ്. അവർക്ക് ഒരുപാട് പാർക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ശരിക്കും അവർ നമ്മൾക്ക് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, മൂന്ന് റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടിയതാണത്. അത് ശരിക്കും ഞാൻ ഓൾറെഡി എൻ്റെ ബേസ് ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഒക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ സ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വാർട്ടൻസ് UK എന്ന് പറഞ്ഞിട്ട് ഒരു കോഴ്സിൽ നമ്മൾ ചെയ്തത്. അത് ഓട്ടോമേഷനാണ്, PLC ഓട്ടോമേഷൻ ട്രെയിനിങ് കോഴ്സാണത്. ആ കോഴ്സിൽ ഞാൻ അവിടെ ചേർന്നു. അവർ നമ്മൾക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്ത്. ഇതൊക്കെയാണ് അതിൻ്റെ മെയിൻ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം വന്നത്. അതിൽ ഓട്ടോമേഷന് നല്ല ഒരു സ്കോപ്പുള്ളൊരു സ്ഥലമാണ് UK. ഒരുപാട് ജോലി സാധ്യത ഓട്ടോമേഷൻ സൈഡിൽ, PLC സൈഡിലുണ്ട്. ആൾക്കാരൊന്നും അതിലേക്ക് വരണില്ല. ശരിക്കും പീപ്പിൾസ് അതിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്. ശരിക്കും നമ്മളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്തിട്ട് നമ്മളത് പഠിച്ചിട്ട് നല്ല ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാർട്ടൻസ് പോലുള്ള ഒരു കമ്പനിയിൽ, ഇപ്പം ഞാൻ റെഫർ ചെയ്യും എന്തായാലും വാർട്ടൻസ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യും. ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്യാനാണെങ്കിലും പിന്നെ കോഴ്സുകൾ പഠിക്കാനാണെങ്കിലും അവരുടെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും അവരുടെ സപ്പോർട്ടാണെങ്കിലും എല്ലാ ടീംസും നല്ല രീതിയിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. ഈവൻ നമ്മൾ കോഴ്സ് കഴിഞ്ഞാൽ പോലും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ടും അവരുടെ ആ ഒരു ടീച്ചിങ് സ്റ്റൈലും അവർ ശരിക്കും നമുക്ക് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് തന്നെ ഉണ്ട്. അതായത് നമുക്ക് ആ PLCനെ കുറിച്ച് തൊട്ടറിഞ്ഞ് പഠിക്കാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ട് നമുക്ക്. വർക്കിന് പോയാലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞ് പഠിപ്പിച്ച് തരുന്നുണ്ട്. അത് നമുക്ക് നല്ലൊരു കോഴ്സ് തന്നെയാണത്. ജോലി സാധ്യത ഓട്ടോമേഷന് നല്ലൊരു ജോലി സാധ്യതയാണ് ഇവിടെ ഉള്ളത് മൊത്തത്തിൽ. UK എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് യൂറോപ്പിൽ മൊത്തത്തിൽ PLC നല്ലൊരു ജോലി സാധ്യതയാണുള്ളത്. നമ്മളത് കൂടുതലും അതിലേക്ക് ഫോക്കസ് ചെയ്ത് ഏതെങ്കിലും ഒരു കോഴ്സ് എടുത്ത് അല്ലെങ്കിൽ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ട് നമ്മളത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ഒരുപാട് ജോലി സാധ്യത നമുക്ക് കിട്ടും. അത് എങ്ങനെയാണ് ഇപ്പൊ സാധാരണഗതിയിൽ ഇപ്പൊ കുറെ വിസ പ്രശ്നങ്ങളും അതേപോലെ തന്നെ സാലറിയുടെ ഒരു വലിയ പ്രശ്നമാണ് സാലറി ത്രഷോൾഡ്. ഇങ്ങനെ കിട്ടുന്ന ജോലിയുടെ സാലറി എങ്ങനെയാണ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നല്ലൊരു പാക്കേജ് തന്നെയാണ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക. നമ്മൾ സാധാരണ ഒരു മിനിമം വേജ് അല്ല ഇവർ പറയണത്. നല്ലൊരു പാക്കേജ് തന്നെ നമുക്ക് എപ്പോഴും കിട്ടും. അതായത് ഈ വിസ സ്പോൺസർഷിപ്പിനുള്ള ഒരു സാലറി പാക്കേജ് തന്നെ ഇവർ കൊടുക്കുന്നുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. അത് കൂടാതെ തന്നെ നമ്മൾക്ക് ഒരുവിധം മിക്ക കമ്പനീസും വിസ സ്പോൺസർ ചെയ്യും. കാരണം ഇതൊരു സ്കിൽഡ് ജോബാണ്. അത് നമുക്ക് അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ആ മാക്സിമം അതിനെക്കുറിച്ച് പഠിച്ച് നമ്മൾ വാർട്ടൻസ് പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് അതിൻ്റെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്ത്. ഈവൻ എനിക്ക് സ്കില്ലുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ സ്കില്ല് ഞാൻ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാർട്ടൻസിൽ വന്നത്. അതിൽ ഞാൻ മാക്സിമം സംതൃപ്തനാണ്. ഞാൻ അതിൽ അപ്ഗ്രേഡ് ചെയ്യുകയും ചെയ്തു. അതുകൊണ്ട് എനിക്ക് ആ ജോബ് നമുക്ക് എക്സ്പീരിയൻസും കിട്ടും. ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാം. ഈവൻ മോസ്റ്റ് അഡ്വാൻസ്ഡ് ടെക്നോളജീസാണ് UK യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യയിലാണെങ്കിലും വേറെ എവിടെ പോയാലും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ മിക്ക കമ്പനീസും സ്പോൺസർ ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അത് നമ്മളുടെ ഇൻ്റർവ്യൂസും അതിൻ്റെ ഡീറ്റെയിൽസ് ജോബ്സാണ്. സാലറിയുടെ കാര്യത്തിൽ എന്തായാലും അതൊരു ബാക്കോട്ട് വരില്ല. പിന്നെ വിസ അത് കമ്പനിയുടെ ഡിപ്പെൻസ് അനുസരിച്ചിരിക്കും. പക്ഷെ കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. ഈവൻ കെയർ ഹോം വിസേനൊക്കെ പോണതിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മൾ സ്കില്ലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിലേക്ക് തന്നെ വരണം എന്നാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അനുസരിച്ച് പറയുന്നത്, അനുഭവം കൊണ്ട് പറയുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എല്ലാവർക്കും പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതെല്ലാം മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ കണ്ടിട്ടുള്ളത്? ഇത് കൂടുതലും നമുക്ക് ഓട്ടോമേഷൻ ഫീൽഡിൽ ഒരുപാട് തൊഴിലവസരങ്ങൾ ഇപ്പോഴും ഉണ്ട്, ഇനിയുണ്ട്. ഈവൻ ഒരു AI, ഇപ്പോൾ AI ആണ് എല്ലാം ചെയ്യുന്നത്. പക്ഷേ AIക്ക് പോലും ഒരു ഓട്ടോമേഷൻ അവർക്ക് ക്ലിയർ ചെയ്യാൻ പറ്റില്ല. കാരണം അതൊരു ഹാൻഡ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ വന്ന് തൊട്ടാൽ മാത്രമേ അത് നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഓട്ടോമേഷൻ, മെക്കാനിക്കൽ, മൾട്ടി സ്കിൽഡ് ഇതെല്ലാം നമുക്ക് ഒരു വാർട്ടൻസ് പോലുള്ള ഒരു ഇതിൽ നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലെല്ലാം ജോബ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈവൻ നമ്മൾ ഓട്ടോമേഷൻ്റെ ഏത് സൈഡിലേക്ക് പോയാലും
ആയാലും ഇവരുടെ സപ്പോർട്ട് വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. എന്തൊക്കെ സപ്പോർട്ട് അവർ തരുന്നത്? നമ്മൾക്ക് കോഴ്സ് ഓൺലൈൻ കോഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ഓഫ്ലൈനിൽ വന്നിട്ട് ഇവരുടെ എല്ലാ ഇവരുടെ കറക്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് നമുക്ക് അതിൻ്റെ എല്ലാത്തിൻ്റെ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് കിട്ടും. അതുകൂടാതെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ഇൻ്റർവ്യൂസിനുള്ള ലിങ്ക്സ് അയച്ചു തരും. നമുക്ക് അതിലൂടെ നമുക്ക് ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്യാം, ജോബ്സിന് അപ്ലൈ ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് എപ്പോഴും 24/7 എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു രീതി എങ്ങനെ വേണം. കാരണം നാട്ടിലെ ഒരു രീതിയല്ല ഇവിടെ ചിലപ്പോൾ 1 to 3 റൗണ്ട്സ് ഒക്കെ ഉണ്ടാവും. എനിക്ക് തന്നെ 3 റൗണ്ട്സ് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് എങ്ങനെ ഓരോ ഘട്ടത്തിന് അപ്രോച്ച് ചെയ്യണം, എങ്ങനെ നമുക്ക് അതിനെ ക്രാക്ക് ചെയ്യാൻ പറ്റും, ആ കാര്യങ്ങളും ഇവർ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നമ്മൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇവരുടെ ഓഫീസിൽ വന്നിട്ട് നമുക്ക് ആ PLC, ഇപ്പോൾ ഇതിൽ എൻ്റെ ബാക്കിൽ കാണുന്നത് തന്നെ ഞാനിപ്പോൾ ഒരു ഓഫീസിൽ വന്നിട്ട് നമുക്ക് PLCനെ കുറിച്ച് പഠിക്കാനും അതിൽ വർക്ക് ചെയ്ത് നോക്കാനും നമ്മളുടെ പ്രോബ്ലംസും PLCയുടെ പ്രോബ്ലംസുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യാനൊക്കെ നമ്മൾക്ക് കഴിയും. അപ്പോൾ അത് ഒരു വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഈവൻ ഇവിടെ എല്ലാം ഓൺലൈൻ കോഴ്സുകളാണ്. ഈവൻ നമ്മൾ ഓൺലൈൻ എത്ര പഠിച്ചാലും നമുക്ക് ഓഫ്ലൈനിൽ വന്ന് എടുക്കണ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടില്ല. കാരണം നമ്മളൊരു റിയൽ വേൾഡിലേക്ക് നമ്മളൊരു കമ്പനിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഒരു ഓൺലൈൻ ക്ലാസ്സുകളാവില്ല. നമ്മൾ ഡയറക്റ്റ് എന്തായാലും ആ മെഷീൻമേ തൊടേണ്ടി വരും, അല്ലെങ്കിൽ ആ ഒരു PLCമേ തൊടേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് നമുക്കൊരു ഇൻഡസ്ട്രിയിൽ ഇറങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റണ ആ ഒരു കോൺഫിഡൻറ്റ് വരെ നമ്മൾ എത്തിക്കിട്ടും. ബാക്കി നമ്മൾക്കത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഇൻ്റർവ്യൂസ് കുറേ വന്നിരുന്നു. ഞാൻ ഓൾറെഡി ഏകദേശം 2 ഇൻ്റർവ്യൂസ് ക്രാക്ക് ചെയ്തതാണ്. അതിൽ 1 ഞാൻ ചൂസ് ചെയ്ത്, മറ്റേത് കാരണം നമുക്ക് പറഞ്ഞാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മളത്. സാധ്യതകൾ ഇനിയുമുണ്ട്. അത് എല്ലാവരും കഴിവുള്ളവർ അല്ലെങ്കിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ ഇതിലേക്ക് വരണം, ഇത് പഠിക്കണം എന്ന് ഞാൻ പറയുള്ളൂ, എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോഴും വാർട്ടൻസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്നാലും അത് നിർത്തിയിട്ടില്ല. ഇപ്പോഴും ഓൾറെഡി ഞാൻ ജോബിൽ ഇന്നാണ്, പക്ഷേ എങ്കിലും ഞാൻ വാർട്ടൻസിൻ്റെ കോഴ്സിൻ്റെ അപ്ഗ്രേഡേഷന് വേണ്ടി വന്നതാണത്. അപ്പോൾ UK നല്ലൊരു ജോലിയും അതേപോലെ ഒരു മെച്ചപ്പെട്ട സാലറിയും കിട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നല്ലൊരു ഓപ്ഷനാണ്. തീർച്ചയായിട്ടും. കാരണം ഈ നാട്ടിൽ നിന്ന് വരുന്നവർ അവിടെ അല്ലെങ്കിൽ ഒരു ഗൾഫിലൊക്കെ നല്ലോണം ഈ ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്നവരുണ്ടാവും. പക്ഷേ അവരിവിടെ വന്നിട്ട് ഈവൻ എന്തെങ്കിലും ചെറിയ ജോബിലേക്കൊക്കെ കയറുന്നതിന് നല്ലത് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഇതുപോലെ കോഴ്സ്, അതായത് UK എല്ലാത്തിനും കോഴ്സ് ഉണ്ട്. നമ്മൾ UK സ്റ്റാൻഡേർഡിലേക്ക് മാറണം. എല്ലാത്തിനും UK സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു കോഴ്സ് എടുക്കുക, അത് കോഴ്സ് പഠിച്ചതിന് ശേഷം വാർട്ടൻസ് പോലുള്ള ഒരു കോഴ്സ് എടുത്തിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ UK സ്റ്റാൻഡേർഡ് ആവും. പിന്നെ നമ്മൾക്ക് UK സ്റ്റാൻഡേർഡിൽ നിന്നുകൊണ്ട് നമുക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ ഫുൾ ഹാപ്പിയാണ്. ഞാൻ വാർട്ടൻസിനെ ഞാൻ റെക്കമെൻഡ് ഫുള്ളായിട്ട് 100% തീർച്ചയായിട്ടും എല്ലാവർക്കും ഞാൻ എൻ്റെ ഓക്കെ ശരി.